ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ ഈ കാണുന്നത് രസമാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോന്റെ മെയിൻ സംഭവം ഈ രസമല്ല കേട്ടോ. ചോറിന് കറിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാറുള്ള ഒരു സംഭവമാണല്ലോ ഇത്. ഇനിയിപ്പോൾ നോൺ വെജ് ഉണ്ടെങ്കിൽ പോലും ഡെയിലി രസം നിർബന്ധമായിട്ടുള്ള ആളുകളും ഉണ്ടാവും. ഇവിടെ വീട്ടിലും അതുപോലെയാണ് കേട്ടോ. എന്തൊക്കെ കറി ഉണ്ടെന്നുണ്ടെങ്കിലും രസം മസ്റ്റാണ്. നമ്മൾ 2 ദിവസത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കലാണ് പതിവ്. എങ്കിലും 2 ദിവസം ഗ്യാപ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് ഈസി ആവാനായിട്ടും ഒരുപാട് ടേസ്റ്റിൽ കിട്ടാനുമായിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഇപ്പം ഈ കാണുന്ന പൊടി. ഇത് നമ്മൾ പൊടിച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ രസം നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് അതും അത്രയും ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആ പൊടിക്കകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്തെടുക്കുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് നമ്മളിപ്പോൾ 3 സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ഇളക്കി കൊടുത്തൊരു ഹാഫ് കുക്കായി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 സ്പൂൺ അളവിലൊക്കെ നമ്മൾ മല്ലിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിയും ആവശ്യത്തിന് കുക്കായി വരുമ്പോൾ പിന്നെ അതിലേക്ക് കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് നമ്മൾ 3 സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഓരോ സാധനങ്ങളും കുക്കായി വരാൻ എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഓരോന്നും പകുതി കുക്കായ ശേഷം വേറെ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ പിന്നെ അതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ 4-5 വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ട് തന്നെ വറുത്തെടുത്ത ശേഷം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് വറുത്തെടുക്കാനുള്ളത് ഉലുവയാണ്. 1 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയ ജീരകം 2 സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകം കുക്കാവാനായിട്ട് അധിക സമയം വേണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉലുവ കുക്കായതിനു ശേഷമാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നേരത്തെ വറുത്തെടുത്തതിന്റെ കൂട്ടത്തിലേക്ക് ഉലുവയും ജീരകവും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഏകദേശം 2 പിടി അളവിൽ എടുത്തിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്താനുള്ള മെയിൻ സംഭവം കായമാണ്. കട്ടക്കായമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുകൂടെ വറുത്തെടുക്കണം. ചൂടാറി വരുമ്പോൾ എല്ലാം കൂടെ പൊടിച്ചെടുത്ത് സൂക്ഷിക്കാം. ഇനി പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അതും ഒരുപാട് ടേസ്റ്റിൽ എങ്ങനെ രസം ഉണ്ടാക്കണം നോക്കിയാലോ. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും 1 നുള്ള് ചെറിയ ജീരകവും ഇട്ട ശേഷം പിന്നെ അതിലേക്ക് 3-4 വെളുത്തുള്ളിയും 2-3 ചെറിയുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് മുറിച്ചത് 3-4 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഒരു തക്കാളി മുറിച്ചെടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ പുളിവെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇനി ഇതിനെ വഴറ്റി വെച്ചതിന്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ രസപ്പൊടി ഉണ്ടല്ലോ, അത് 1 സ്പൂൺ അളവിലും കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പൊടിക്കുമ്പോൾ തന്നെ കായം ആഡ് ചെയ്ത ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കുന്നതിന്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടി കൂടെ ആഡ് ചെയ്ത് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. രസം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിയിലയും കൂടെ തന്നെ നമ്മൾ വളരെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. 1 നുള്ള് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മധുരം കൂടെ ചേർക്കുമ്പോഴാണ് രസത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുള്ളത് കേട്ടോ. പൊടിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ വറുത്തെടുത്ത ശേഷമാണല്ലോ പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 1-2 മാസം വരേക്കൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ 1-2 മാസത്തേക്കുള്ളതെല്ലാം ഒരുമിച്ച് തന്നെ വറുത്ത് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.